സത്യത്തിൽ കല്യാണം എന്തിനാ? സത്യത്തിൽ ഈ കല്യാണം എന്തിനാ? സ്വർഗത്ത് ചെന്നിട്ട് പെണ്ണിറങ്ങി നടക്കാതിരിക്കാൻ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പെണ്ണിറങ്ങി നടക്കാറിനപ്പോ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ കണ്ടിച്ചു പോവുക. അതിനാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത്. വിവാഹം ഒരു സ്വർഗീയമായ അമലാണ്. കല്യാണം എന്നതൊരു സ്വർഗീയമായ അമലാണ്. ആദം വല്ലിപ്പ സ്വർഗത്തുനിന്ന് തുടങ്ങിയതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ അവസാനിപ്പിക്കുന്നതുമായ ഉണ്മാക്കപ്പെട്ട ഒരു ഇബാദത്താകുന്നു വിവാഹം. വിവാഹം ഒന്നേ സുന്നത്തുള്ളൂ ട്ടോ, മൂന്നെണ്ണം കൂടി ഹലാലേ ഉള്ളൂ. ആൾക്കാരിങ്ങനെ പറഞ്ഞു ചിലപ്പോ എങ്ങനെ തോന്നൽ തുടങ്ങിയിട്ടുണ്ട്, 4 സുന്നത്തുണ്ട് എന്നൊക്കെ തോന്നലുണ്ട്. അങ്ങനെയില്ല. താവന്റെ പാട്ട് തന്നെ ഉണ്ട്. സുന്നത്ത് എത്രണ്ണേ ഉള്ളൂ? സുന്നത്ത് 1 ബാക്കി 3 ഹലാലാവുന്നേ ഉള്ളൂ, ജായിസാകും, അത്രേ ഉള്ളൂ. സുന്നത്ത് 1, 4 എന്നാ പിന്നെ എന്തിനെ ആയത്ത് തുടങ്ങുമ്പോ തന്നെ 2 പറഞ്ഞു എന്നാണ്. മസ്ന വ സുലാസ വ റുബാ എന്നുള്ള തുടങ്ങിയത്. നിങ്ങൾ 2, 3, 4 കെട്ടിക്കോളി എന്നല്ലേ പറഞ്ഞത്? സുന്നത്ത് 1 നാ 1 പറയേണ്ടത്? അതാ ചോദ്യം. എന്താ കാരണം? ഈ ആയത്തിറങ്ങിയത് യതീംകുട്ടിയുടെ കാര്യത്തിലാണ്. സാധാരണ ഒരാളുടെ കാര്യത്തിൽ ഇറങ്ങിയതല്ല ആയത്ത്. ആ ആയത്തിറങ്ങിയതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതെന്താ നിങ്ങള്? ആ ആയത്തിറങ്ങണത് ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് യതീം കുട്ടികൾ കൂടുതലും യതീംഖാന കുറവായിരുന്നു. ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. യതീംഖാന കൂടുതലും യതീം കുട്ടികൾ കുറവാണല്ലോ. അന്ന് യതീം കുട്ടികൾ കൂടുതലാണ്, യതീംഖാന വളരെ കുറവാണ്. എന്താ യതീം കുട്ടികൾ കൂടാൻ കാരണം? കുടുംബ കലഹം, ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുകുടുംബങ്ങളാണ് അക്കാലത്തുള്ളത്. വലിയ വലിയ തറവാട്ടര് ഒന്നിച്ച താമസിക്കുക. ഷേബ് ബനി ത്വാലിബ് എന്നൊക്കെ പറയും പോലെ വല്യാപ്പാന്റെ മക്കളും പേരക്കുട്ടികളും കൂടി ഒരുമിച്ച് താമസിക്കും. അതിന് ഷേബ് എന്ന് പറയും. ഇന്നും ആ പേരുണ്ടെന്ന് ഷീബ് എന്ന് പറയും. അറബികൾ താമസിക്കുന്ന സ്ഥലത്തിന് ഷീബ് എന്നാ പറയാം. മുമ്പ് അതന്നെയാണ്. അന്ന് നന്നാക്കി പറഞ്ഞു, ഒന്ന് കേടെടുത്തി പറയേണ്ടതേ ഉള്ളൂ. അങ്ങനെ ഷീബുകൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ഉണ്ടാവും. യുദ്ധം തുടങ്ങിയാൽ പരമാവധി ആൾക്കാർ മരിച്ചിട്ടാ യുദ്ധം നിർത്തുക. അങ്ങനെ മരിക്കുമ്പോൾ യതീം കുട്ടികൾ കൂടുതലുണ്ടാവും. യതീംഖാനില്ലാത്തതുകൊണ്ട് ആരെങ്കിലും കഴിവുള്ള ആൾക്കാർ നോക്കാൻ കൊണ്ടുപോകും യതീം കുട്ടീനെ, പെരെ കൊണ്ടുപോകും. യതീം കുട്ടികളെ നോക്കിയാലേ മഹർ പോലും കൊടുക്കാതെ കല്യാണം കഴിക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നു. ഒന്നും കൊടുക്കൂല. വിവാഹപ്രായം എത്തിയാൽ ഓൻ സ്വന്താക്കും. നോക്കിയാൽ അത് പറ്റൂല. അല്ലാത്തത് 2 കെട്ടിയാലും വേണ്ടില്ല എന്നാണ് ഈ ആയത്ത്.